ഇന്നൊരു ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഞാൻ ഇന്നലെ പുഴുങ്ങിയതിൻ്റെ ബാക്കിയിരുന്ന കുറച്ച് കാച്ചിലായിരുന്നു. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇതെടുത്ത് ഞാൻ ഇതുപോലെ സ്ക്വയറായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ഇതുപോലെ ഇടികല്ലിൽ വെച്ച് ഞാനൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 4-5 അല്ലി ചുമന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാച്ചിൽ എല്ലാവരും പറയും കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ ഈ വെളുത്തുള്ളി അതിനാണ് നമ്മൾ ചേർക്കുന്നത്. ഇങ്ങനെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പുഴുക്കിന് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം മെഴുക്കുവരട്ടിക്കാകുമ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് വേണമല്ലോ, അതിന് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്തൊന്ന് പുരട്ടി വെച്ചു. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഈ മഞ്ഞളിൻ്റെ കളറും കഷ്ണങ്ങളും പിടിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി എടുക്കുക. എപ്പോഴും നമ്മൾ നോൺ സ്റ്റിക്ക് തവയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റ് ചീനച്ചട്ടിലൊക്കെ ആകുമ്പോൾ ഇത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും പിന്നെ കറിവേപ്പില ഇഷ്ടത്തിന് ചേർത്ത് കൊള്ളുക. ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി നമ്മൾ മെഴുക്കുവരട്ടി ചിക്കി എടുക്കത്തില്ലേ, മൂപ്പിച്ചെടുക്കത്തില്ലേ, അങ്ങനെ ഇളക്കിയെടുക്കുക. ഏറ്റവും ലാസ്റ്റിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് വിതറി നന്നായിട്ട് ഇളക്കി നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ മൂപ്പിച്ചെടുക്കത്തില്ലേ, അതേ രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള അടിപൊളി കാച്ചിൽ മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.